പിണറായി അല്ലെങ്കിൽ ആരാകും പ്രതിപക്ഷ നേതാവ്? തെരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തിന് പിന്നാലെ പിണറായി വിജയൻ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവാകില്ല എന്നാണ് CPM വൃത്തങ്ങൾ പറയുന്നത്. ഇതോടെ ആരാകും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലുള്ള ചർച്ചകളാണ് സാമൂഹിക മാധ്യമങ്ങൾ ഉൾപ്പെടെ സജീവമാകുന്നത്. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ചർച്ചകൾ മെയ് 4 അവസാനിക്കുമെന്നായിരുന്നു നേരത്തെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. അതിനെ പരിഹസിച്ചുകൊണ്ടാണ് UDF സൈബർ ഗ്രൂപ്പുകളിൽ ആരാകും പ്രതിപക്ഷ നേതാവ് എന്ന ചർച്ചയ്ക്ക് തുടക്കമിട്ടത്. തോൽവി അംഗീകരിക്കുന്നുവെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് LDFിനുണ്ടായ പരാജയം അപ്രതീക്ഷിതമാണ്. പരാജയത്തെ അംഗീകരിച്ചുകൊണ്ടുവന്ന പോരായ്മകൾ തിരുത്തുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രതികരിച്ചു. കേരള നിയമസഭയിൽ BJPക്ക് 3 സീറ്റ് നേടാനായി എന്നത് അതീവ ഗൗരവമുള്ള കാര്യമാണ്. ഈ 3 നിയമസഭാ മണ്ഡലങ്ങളിലും BJPക്കെതിരെ പൊരുതി നാമമാത്രമായ വോട്ടുകൾക്ക് പരാജയപ്പെട്ടത് LDF ആണ്. ഈ മണ്ഡലങ്ങളിലെല്ലാം UDF 3ാം സ്ഥാനത്തായിരുന്നുവെന്ന് ഓർക്കണം. മതസൗഹാർദ്ദത്തിന് പേരുകേട്ട കേരളത്തിന്റെ മണ്ണിൽ വർഗീയ രാഷ്ട്രീയത്തിനെതിരെ കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ പ്രാധാന്യം ഇത് ഓർമ്മിപ്പിക്കുന്നുവെന്നും പാർട്ടി പറഞ്ഞു. മണലൂർ നിയോജക മണ്ഡലത്തിലെ തപാൽ വോട്ട് ക്രമക്കേടിൽ റീകൌണ്ടിംഗ് ആവശ്യപ്പെട്ട UDF ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ ഹർജി നൽകും. മണലൂർ നിയമസഭാ മണ്ഡലത്തിലെ തപാൽ വോട്ടുകൾ ക്രമാതീതമായി അസാധുവാക്കപ്പെട്ട നടപടിയിൽ അസ്വാഭാവികതയുണ്ടെന്നും ഇതിനെതിരെ നിയമപോരാട്ടം നടത്തുമെന്നും UDF സ്ഥാനാർത്ഥി TN പ്രതാപന്റെ ചീഫ് ഇലക്ഷൻ ഏജന്റ് CC ശ്രീകുമാർ പറഞ്ഞു. തപാൽ വോട്ടുകൾ എണ്ണിയപ്പോൾ ഉണ്ടായ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടി UDF ചീഫ് ഇലക്ഷൻ ഏജന്റ് റീകൌണ്ടിങ്ങിനായി അപേക്ഷ നൽകിയിട്ടുണ്ട്. അതിനുശേഷം മാത്രമേ ഔദ്യോഗിക ഫലം പ്രഖ്യാപിക്കൂ എന്നും വരണാധികാരിയോട് UDF ആവശ്യപ്പെട്ടു. കേരളത്തിലെ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ ഹൈക്കമാൻഡ് നടപടികൾ തുടങ്ങി. മുതിർന്ന നേതാക്കളായ നിരീക്ഷകർ ഉടൻ സംസ്ഥാനത്തെത്തി നിയുക്ത MLA മാരുടെ മനസ്സറിയും. പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയാകുമെന്നതാണ് സ്വാഭാവിക നടപടിയെങ്കിലും സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും പിന്നോട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ഹൈക്കമാൻഡ് നടപടികൾ വേഗത്തിലാക്കിയത്. ഇനി കേരളത്തിൽ ഒരു കേരള കോൺഗ്രസ് മാത്രം മതിയെന്ന PJ ജോസഫ്. കേരള കോൺഗ്രസിനെ സ്നേഹിക്കുന്നവരെല്ലാം മടങ്ങി വരണം. ജോസ് കെ മാണി ഉൾപ്പെടെ ആർക്കും തെറ്റ് ഏറ്റുപറഞ്ഞ് തിരികെ വരാമെന്നും PJ ജോസഫ് പറഞ്ഞു. മുഖ്യമന്ത്രി ആര് എന്നത് കോൺഗ്രസിന്റെ ആഭ്യന്തര വിഷയമാണെന്നും ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ എന്നും ചോദിച്ചാൽ അഭിപ്രായം പറയുമെന്നും PJ ജോസഫ് പറഞ്ഞു. കേരള കോൺഗ്രസിന്റെ മന്ത്രിസ്ഥാനം പിന്നീട് ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മത്സരിച്ച 8 സീറ്റിൽ 7 വിജയിച്ചാണ് ജോസഫ് വിഭാഗം ശക്തി കാണിച്ചത്. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ ചരിത്രത്തിൽ ഇതാദ്യമായാണ് നിയമസഭാ പ്രാതിനിധ്യമില്ലാതെ പോകുന്നത്. UDFുമായി ചേരാനുള്ള ജോസ് കെ മാണിയുടെ തീരുമാനം അട്ടിമറിച്ചതിൽ പാർട്ടി പശ്ചാത്തപിക്കേണ്ട സ്ഥിതിയാണിപ്പോൾ. ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ ഭാവി പോലും പ്രതിസന്ധിയിലാകുന്നതാണ് നിലവിലെ സാഹചര്യം.